വാ 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 വാ. എന്താ സാറേ ഇത്? ഞങ്ങളൊക്കെ ഹാഫ് ഹാൻഡ് ഷർട്ട് ആയിട്ടിരിക്കുന്ന, നിങ്ങൾ ഫുൾ ഹാൻഡ് ഷർട്ട് ഇട്ട് മടക്കി വെച്ചിരിക്കുകയാണല്ലോ. ഷർട്ട് മാറ്റുന്ന പോലെ എല്ലാം മാറ്റാൻ നോക്കണ്ട, അതൊന്നും നടക്കില്ല. സാർ, ജനങ്ങൾക്കിടയിൽ ഞങ്ങൾക്കൊരു വിലയുമില്ല സാർ. അതുകൊണ്ടാണ് സാർ ഇവിടെ കൊലയും കൊള്ളയൊക്കെ നടക്കുന്നത്. യഥാർത്ഥ കുറ്റവാളികളുടെ പേരിൽ ആരും കംപ്ലൈന്റ് ഒന്നും കൊടുക്കില്ല സാർ. സാക്ഷിയില്ലാതെ ആരെ അറസ്റ്റ് ചെയ്യാനും പറ്റില്ല. അതുകൊണ്ടാണ് കുറ്റവാളി ഹീറോ ആവുന്നത്, പോലീസ് കോമാളിയാവുന്നത്. സാറേ, പോലീസ് ആവേണ്ട സാറിന്റെ അനിയൻ കുറ്റവാളിയായി മാറി മരിച്ചുപോയത് കൊണ്ടാണ് സാർ ഞങ്ങളോട് ഇങ്ങനെ കാണിക്കുന്നത് ഞങ്ങൾക്ക് തോന്നുന്നത്. എന്താടാ മീശേ സാർ വിചാരിക്കാത്തതൊക്കെ പറയുന്ന? സാർ തെറ്റിദ്ധരിക്കൂടോ? ഞാൻ വിചാരിച്ച എന്നെ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞു ശരിയാണോ? ഈ നാട്ടിലെ കുറ്റകൃത്യങ്ങളെല്ലാം അവസാനിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ ജനങ്ങളെ സേവിക്കുന്ന പോലീസായി മാറും. വാ 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 വാ, വേഗം വാ. സർ, ഐ എം ലത, ട്രാൻസ്ജെൻഡർ. RB സ്റ്റേഷനിലെ SA സർ. തമിഴ്നാട്ടിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ പോലീസാണ്. താങ്ക് യു സർ. സാർ, സാറിന്റെ അത്രയ്ക്ക് അങ്ങോട്ട് ഇല്ലെങ്കിലും ഞങ്ങൾ പൊതുജനങ്ങളെ സഹായിക്കുന്നുണ്ട്. അപ്പുറത്തെ പോലീസ് സ്റ്റേഷനിലെ ഒരു കടയ്ക്ക് 100 രൂപ വാങ്ങിക്കുന്നത്. ഞങ്ങൾ അങ്ങനെ എന്തെങ്കിലും അന്യായം ചെയ്യുന്നുണ്ടോ? ഇല്ല സാറേ, അവരും കഷ്ടപ്പെടാൻ പാടില്ല, നമുക്ക് നഷ്ടം ഉണ്ടാവാൻ പാടില്ല. പറഞ്ഞാ സാർ വിശ്വസിക്കില്ല, കടയ്ക്ക് 20 രൂപയാണ് വാങ്ങുന്നത്. അതിനെക്കാളും കുറയ്ക്കാനൊന്നും പറ്റില്ല സാറേ. യു വോണ്ട് ബിലീവ് ഇറ്റ്. ഇവിടത്തെ ജനങ്ങൾക്ക് ഞങ്ങൾ ഒരുപാട് ഇഷ്ടമാണ്, അറിയോ? അതെ അതെ. ആ കടയിലെ ചേച്ചി 4 ദിവസം കട തുറന്നില്ല, 80 രൂപ കൊണ്ടുവന്നു. വേണ്ട ചേച്ചി, ചേച്ചി എന്നെ വെച്ചോന്ന് ഞാൻ തിരിച്ചു കൊടുത്തു സാർ. അല്ലേ ചേച്ചി, പറയേ. അതെ അതെ, വളരെ നല്ലവളാ മോള്. കണ്ടോ സാറേ, എന്നോട് പോയി ഇങ്ങനെയൊക്കെ. നിങ്ങൾ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ ഇവിടെ ഉള്ളവരൊക്കെ നന്നായി വിഷമിക്കുമല്ലേ? ചിലപ്പോ കരയും. ശരിക്കും? അതെ സാറേ. അതെ സാർ. ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ? ചെയ്യാലോ. താനൊരു കാര്യം ചെയ്യും, ബൈക്കിൽ സ്റ്റാൻഡ് എടുക്കാതെ ഒരു റൗണ്ട് അടിക്കും. തന്നോട് ആർക്കെങ്കിലും കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ, മാഡം സ്റ്റാൻഡ് എടുത്തിട്ടില്ല, സ്റ്റാൻഡ് എടുത്തിട്ട് സൂക്ഷിച്ചു പോകും മാഡം എന്ന് പറയും. അങ്ങനെ ആരും പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറഞ്ഞതാ ശരി. ബെറ്റുണ്ടോ? പറഞ്ഞാലോ? ആരും പറയില്ല. അങ്ങനെ പറഞ്ഞാൽ താൻ ജയിച്ചു പോരെ. സാറേ, ആവശ്യമില്ലാതെ നാണം കെടാൻ പോവാ. ഓ ചേച്ചി, സ്റ്റാൻഡ് ഇട്ടുകൊണ്ട് പോകുന്ന കണ്ടില്ലേ? മര്യാദക്ക് വരട്ടെ. സുഖാണോ ചേച്ചി? നിങ്ങളൊക്കെ ഉള്ളപ്പോ എങ്ങനെ നന്നായിരിക്കാനാ? എന്താ ചേച്ചി? ഹായ് ഹായ്. അയ്യോ എന്റെ അമ്മച്ചി. അയ്യോ. ഇപ്പോഴെങ്കിലും മനസ്സിലായോ നാട്ടുകാർ നിങ്ങൾ എങ്ങനെയാ കാണുന്നെന്ന്? ഇനിയെങ്കിലും നന്നാവാൻ നോക്ക്. അവരെ പോയി എടുത്തോണ്ട് വാ. ചമ്മലായല്ലോ. എന്താ ഓടി? എല്ലാവർക്കും നമസ്കാരമുണ്ട്. എന്റെ പേര് മുരുകൻ. ഞാൻ ഇവിടെ പുതിയതായിട്ട് ചാർജ് എടുത്ത ഇൻസ്പെക്ടറാണ്. ഇനി ഈ ഏരിയയിൽ കുറ്റകൃത്യങ്ങളൊന്നും നടക്കാതിരിക്കണമെങ്കിൽ പോലീസിനും ജനങ്ങൾക്കും ഇടയ്ക്ക് ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവണം. ഇനി നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ വരാൻ എന്തെങ്കിലും രീതിയിലുള്ള പേടിയുണ്ടെങ്കിൽ ഈ വണ്ടിയുടെ മേളിൽ എഴുതിയിരിക്കുന്ന നമ്പറിൽ ഫോൺ ചെയ്യാം. ഞാൻ നിങ്ങളുടെ അടുത്ത് നേരിട്ട് വന്ന് കംപ്ലൈന്റ് സ്വീകരിക്കുന്നതായി. ഇനി ഈ ഏരിയയിൽ നിങ്ങൾ പോലീസിനെയോ ഗുണ്ടകളെയോ ഭയന്ന് ആർക്കും കൈക്കൂലി കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കിടയിൽ എന്ത് പ്രശ്നമുണ്ടായാലും ഏത് അസമയത്തായാലും പത്മചേട്ടനുണ്ടല്ലോ, ഇവനൊക്കെ സീനാക്കിക്കോളും. സാറേ, ഈ മീശയെ പേടിച്ചാ 20 രൂപ തരുന്നത്. ആ പുതിയ ഇൻസ്പെക്ടർ മീശ എടുക്കാൻ പറയാ. ആ മീശ എങ്ങാനും എടുത്താ ഇയാളുടെ വീട്ടിലെ പൂച്ച പോലും ഇയാളെ കണ്ട് പേടിക്കില്ല. ഓരോ മാസവും ഈ സ്റ്റേഷനിൽ 6 ലക്ഷം രൂപ ഉണ്ടാക്കാൻ ഞങ്ങൾ പെടുന്ന പാട് ഞങ്ങൾക്കേ അറിയൂ. അതിൽ 2 ലക്ഷം സാറിന് അങ്ങോട്ട് തരുന്നുണ്ട്. ഈ പുതിയ ഇൻസ്പെക്ടർ അതൊക്കെ നശിപ്പിച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യാനാ? സാറിന്റെ മോളെ ഡോക്ടറിനൊക്കെ പഠിപ്പിക്കണ്ടേ? നർസായ മതിയോ? അറിയാവുന്ന കോളേജിൽ സീറ്റ് വാങ്ങിച്ചു തരാം. മുരുകന്റെ അടുത്ത് കമ്മീഷണർക്ക് പ്രത്യേക താല്പര്യമാണ്. ഇപ്പൊ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് പോയി എന്തെങ്കിലും കംപ്ലൈന്റ് എഴുതി വാങ്ങിക്കുക. അത് കമ്മീഷണർ കാണിച്ചു കഴിഞ്ഞാൽ മുരുകൻ ഇവിടെ നിന്ന് സ്ഥലം മാറ്റും. ഏതാടാ കുട്ടി? എന്റെ മോളാണ് സാർ. നിന്റെ മോളോ? ഇന്ദുമതി സാർ. ഇന്ദുമതി. ഇന്ദുമതി അല്ലേ? ചേച്ചി, ഇൻസ്പെക്ടർ മുരുകന്റെ പേരിൽ ഒരു കംപ്ലൈന്റ് താ. മര്യാദക്ക് പൊയ്ക്കോ, അല്ലെങ്കിൽ ഈ ചായ എടുത്ത് പോക്കി പോ. കൊടവേരം കൊണ്ട് കയ്യൊപ്പ് വാങ്ങിക്കാൻ വന്നിരിക്കുന്നു. ഓവളൊരു ജാടുണ്ടല്ലേ. വല്ലതും നടക്കോ? ഇങ്ങോട്ട് വന്നേ. ഇന്നലെ ആ ഇൻസ്പെക്ടർ നിന്നോട് എന്തൊക്കെയോ സംസാരിച്ചോണ്ടിരുന്നല്ലോ, ഞങ്ങള് കണ്ടതാ. എന്നതാടി ചോദിച്ചേ? നിന്നെ ഭീഷണിപ്പെടുത്തിയോ? ഈ തൊഴില് വിട്, നീ ഇത് ചെയ്യാൻ പാടില്ല, അത് ചെയ്യുന്നൊക്കെ പറഞ്ഞ് നിന്നെ അവൻ കൊല്ല ചെയ്തോ? അയാൾ അങ്ങനെയാ. നിന്നെ ഞങ്ങള് സഹായിക്കാം. പറഞ്ഞോടുക്ക. എടേ, അയാൾ ഭീഷണിപ്പെടുത്തി കാര്യം നടത്തിയെന്നും പറഞ്ഞൊരു കംപ്ലൈന്റിങ് എഴുത്താ. എന്നിട്ട് നീ എവിടെ വെടിവഴിപാട് നടത്തിയാലും നിന്റെ ഒരു പൈസ പോലും ഞങ്ങൾ വാങ്ങൂല. 1 രൂപ പോലും. ഒപ്പിടേ. നിന്റെ പേര് പറഞ്ഞേ. ഇന്നലെ രാത്രി മുരുകവേൽ സാർ 12 മണിക്ക് മാല മോടിക്കുന്നവരെ പിടിക്കാൻ വന്നതാ. എന്തിനാ ഓടിയ? നിങ്ങൾ ഓടിച്ചതുകൊണ്ടാ സാർ ഞാൻ ഓടിയത്. കുറെ നേരമായി ഞാൻ നിന്നെ വാച്ച് ചെയ്യായിരുന്നു. എന്നെ കണ്ടപ്പോ എന്തിനാ തിരിഞ്ഞു ഓടിയ? കള്ളത്തരമുള്ള ആൾക്കാരെ ഇങ്ങനെ ഓടാറുള്ളൂ. ഒരു കള്ളത്തരം ഇല്ലെങ്കിൽ നീ എന്തിനാ എന്നെ കണ്ട് പേടിച്ച്?
മര്യാദയ്ക്ക് പറ, നീ എന്തുകൊണ്ട് എന്നെ കണ്ടപ്പോ ഓടി? നീ എന്തെങ്കിലും മോഷ്ടിച്ചോ? ഇല്ല സർ, ഞാനൊന്നും ചെയ്തില്ല. പിന്നെ എന്തിനാണ് പേടിച്ചോടിയ? ഞാൻ മാല പൊട്ടിക്കുന്നവളല്ല സർ, ആഹാരത്തിന് വേണ്ടി മാംസം വെക്കുന്നവള. എന്നെ പിടിച്ച കേസും കോടതിയൊക്കെ ആകുമെന്ന് കരുതിയ ഞാൻ പേടിച്ചോടിയത്. അതാരാ നടന്നു പോകുന്ന നോക്ക്. ഒരു പെണ്ണ് തനിച്ച് നടന്നു പോവുക. അവിടെ 2 പെമ്പിള്ളേര് സ്കൂട്ടിയിൽ പോവാണ് സർ. നിങ്ങളെല്ലാരും സ്വയം നശിച്ചിങ്ങനത്തെ ഒരു ജോലി ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് രാത്രി 12 മണിക്ക് പോലും പെണ്ണുങ്ങൾക്ക് പേടിയില്ലാതെ പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നത്. കുടുംബം പോറ്റാനല്ലേ നിങ്ങളിങ്ങനെ സ്വയം നശിക്കുന്നത്? ഇനിയെങ്കിലും നന്നായിട്ട് ജീവിക്കാൻ നോക്ക്. ഞാൻ നിനക്കൊരു നല്ല ജോലി മേടിച്ചു തരാം. അത് കഴിഞ്ഞ് അത് നിർത്തിക്കൊള്ളാം. അതുവരെ നിന്നെ ആരെങ്കിലും ശല്യം ചെയ്താ, അത് പോലീസായിരുന്നാ പോലും നീ എന്നോട് ഒന്ന് കംപ്ലൈന്റ് ചെയ്യണം. ബാക്കി ഞാൻ നോക്കിക്കോളാം. അവള് ആ സാരി എടുത്തോണ്ട് പോണ സ്റ്റൈൽ കണ്ടപ്പോഴേ മനസ്സിലായി ആ തെണ്ടി ഈ ഏരിയയും കവർ ചെയ്തിരിക്കുക. പറയൂ സർ, എന്താണ് പ്രശ്നം? കുറച്ച് ദിവസങ്ങളായി എനിക്ക് ഉറക്കമില്ല. എത്ര ശ്രമിച്ചാലും ഉറങ്ങാൻ പറ്റുന്നില്ല. മനസ്സിൽ എന്തെങ്കിലും വിഷമമുണ്ടോ? ഈ ഇടയ്ക്ക് എൻ്റെ അനിയൻ മരിച്ചു. കണ്ണടച്ചാൽ എപ്പോഴും അവന്റെ ഓർമ്മകളാ. നിങ്ങളുടെ അനിയൻ എങ്ങനെയാണ് മരിച്ചത്? ഞാനാണ് അവനെ കൊന്നത്. മേളിൽ ചീഫ് ഡോക്ടർ ഉണ്ട്, അദ്ദേഹത്തിന് പോയി കാണൂ. ശരി. എടാ, നിന്റെ അടുത്ത് ഞാൻ കാശൊന്നും ചോദിച്ചില്ലല്ലോ. വേറെ ഒരു കംപ്ലൈന്റ് അല്ലേ എഴുതി തരാൻ പറഞ്ഞേ? അതുപോലും ചെയ്യാൻ പറ്റില്ലെന്ന് വെച്ചാ കൊടുക്കടാ, ഞാൻ നോക്കിക്കോളാം. ഹലോ ഹലോ, യവനേക്ക ഈ പന്ന ഇൻസ്പെക്ടറിന് ഒരു പണി കൊടുത്താൽ മാത്രമേ പഠിക്കൂ. ഏയ്, ചില്ലറ വാങ്ങാനേ നമ്മൾ കെഞ്ചണ്ടു. ഇതിനും പോയി അപേക്ഷിക്കണോ? എൻ്റെ അടുത്ത് ഒരു സൂപ്പർ ഐഡിയ ഉണ്ട്. ദേ, ഈ ലോക്കപ്പിലുള്ള കുറ്റവാളി ഉണ്ടല്ലോ, ഇവനെ ആ മുരുകവേലല്ലേ ഉള്ളിലിട്ടത്. അതെ, ഇവനെങ്ങാനും പുറത്തു പോയെന്ന് കരുത്. എന്റെ അനിയൻ മരിച്ചുപോയ വിഷമത്തിൽ എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. കഴിക്കാൻ പോലും പറ്റുന്നില്ല. അവനെ ഞാൻ വെടിവെച്ച് കൊന്നു കഴിഞ്ഞപ്പോഴാ എല്ലാ ഗിൽറ്റി കോൺഷ്യൻസും മാറിയത്. മനസ്സിലെ ഭാരം താങ്ങാൻ കഴിയുന്നില്ല. അവനെ ഒരു കുറ്റവാളിയാക്കി മാറ്റിയെടുത്തവൻ ഇപ്പോ ഇതൊന്നും അറിയാതെ എവിടെയോ സന്തോഷത്തോടെ സുഖിച്ച് ജീവിക്കുന്നുവെന്ന് ഓർമ്മിക്കുമ്പോൾ എന്റെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഓരോ നിമിഷവും ആരോ എന്റെ തലച്ചോറിലേക്ക് ഒരു തുരുമ്പെടുത്ത് ആണിയെടുത്ത് അടിച്ചടിച്ചിറക്കുന്നത് പോലെയുള്ള ഒരു വേദന. ഈ രോഗത്തിന്റെ പേര് ഇൻസോമേനിയ എന്നാ. ഞാൻ ഒരുപാട് ദേഷ്യപ്പെടുമ്പോൾ ഹൈ ബി പിയും ഒരുപാട് വിഷമിക്കുമ്പോൾ ലോ ബി പിയും. ഇങ്ങനെ സംഭവിച്ചാൽ ഡോക്ടർ പറയുന്നത് എനിക്ക് എപ്പോൾ വേണമെങ്കിലും മരണം ഉണ്ടാവുന്ന. ഇത് ഇൻസോമേനിയ വാച്ച്. ഇതെന്റെ ബി പി കാണിച്ചു തരും. സർ, സൂക്ഷിച്ച്. നിങ്ങളെല്ലാവരുടെയും കൂടെ ഒരു ടീമായി നല്ല കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ച്, പക്ഷെ എന്ത് ചെയ്യാൻ, എല്ലാം ഒറ്റയ്ക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു.